ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എനിക്ക് ഉണ്ടായ ചില അനുഭവങ്ങളുമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതും മറ്റുള്ളവർ എന്നോടൊപ്പം ഷെയർ ചെയ്തിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. ചിലത് ശരിയാകാം, ചിലത് തെറ്റാകാം. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കോമൻസിൽ അറിയിക്കുക ശരിയാണോ തെറ്റാണോ എന്താണെന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൊമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരുപാട് ഡിവോഴ്സിനെ കുറിച്ചാണ് കേട്ടോ. ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ ബാല്യകാലത്തൊക്കെ നമ്മൾ ഈ ഒരു വാക്ക് ഞങ്ങൾ ശരിക്കും കേട്ടിട്ട് പോലും ഇല്ല. നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അധികം കേട്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെയൊക്കെ കാലത്ത് നമ്മളെ പേരൻസ് അറേഞ്ച് ചെയ്യുന്ന ഒരു വിവാഹത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അല്ലേ? നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്ക് 18 വയസ്സാവുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കിതുവരയ്ക്കും നേടാൻ പറ്റാത്തത്. അത് എന്തുകൊണ്ടാണ്? പിന്നെ വിവാഹമോചനം എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നടക്കുന്നു? ഞാൻ ഒരു 50 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു 75 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള കാര്യം. അന്ന് 80% സ്ത്രീകൾക്കും സ്വന്തമായിട്ട് വരുമാനമില്ലായിരുന്നു, ജോലിയില്ലായിരുന്നു, വിദ്യാഭ്യാസമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് സമ്മതിക്കുക, അതിനോടൊപ്പം യോജിച്ചു പോവുക, എല്ലാ ബുദ്ധിമുട്ടുകളും സഫറിങ്ങും അനുഭവിക്കുക മുതലായവയൊക്കെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. എങ്ങനെ ടോർച്ചർ ചെയ്യപ്പെട്ടാലും അവൾ സഹിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു മൈൻഡ് സെറ്റ്, ആൾക്കാരുടെ ആ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ഇന്നും ചേഞ്ച് ആയിട്ടുണ്ടോ, അതോ ഇപ്പോഴും നിലനിൽക്കുന്നോ? ചില ഫാമിലികളിൽ ഇപ്പോഴും ആ ഒരു ചേഞ്ച് വന്നിട്ടില്ല. മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ മലയാളികൾ തയ്യാറല്ല. അത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ ഒരുപാട് വിവാഹമോചനത്തിലോട്ട് തിരിയുന്നത്? ഇന്നത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സ്വന്തമായിട്ട് വരുമാനമുണ്ട്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ട്. പണ്ട് അനുഭവിച്ചതൊന്നും അവരിന്ന് അനുഭവിക്കാൻ തയ്യാറല്ല. അപ്പോൾ തന്നെ ഒരു റീസണായി എന്തുകൊണ്ടെന്നുള്ളത് അല്ലയോ? നിങ്ങൾ എന്തഭിപ്രായം പറയുന്നു? പണ്ട് എല്ലാം സഹിക്കണമായിരുന്നു, ഇന്ന് സഹിക്കേണ്ട. നമ്മൾക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അത് തുറന്ന് ആരുടെ മുമ്പിൽ നമുക്ക് പറയാം. പണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ അനുവാദമില്ലായിരുന്നു. വയസ്സിന് മൂത്തവർക്ക് കൊടുക്കുന്ന ബഹുമാനം എന്ന ലേബലിൽ പലതും നമ്മൾ അടിച്ചമർത്തപ്പെട്ടു. ഇന്ന് കുട്ടികൾ അവരുടെ ക്വസ്റ്റ്യനുകളും ആൻസറുകളും എല്ലാം നമ്മൾ കേൾക്കുന്നില്ലയോ? നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ ഇന്നത്തെ തലമുറയെ പറ്റി? അപ്പോൾ നമ്മൾ ചേഞ്ച് ആകണമല്ലേ? ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ മലയാളികൾ അഡാപ്റ്റ് ചെയ്യാൻ വൈകുന്നു. ആ വൈകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റാത്തത്. ചില കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ സ്ത്രീധനം, ഇന്ന് സ്വർണത്തിൻ്റെ വില ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. സ്വർണം നമുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാവുന്നു. സ്ത്രീധനം കൊടുക്കേണ്ടി വരുന്നവരുമുണ്ട്, വാങ്ങാത്തവരുമുണ്ട്, കൊടുക്കുന്നവരുമുണ്ട്. അവരുടെ സാമ്പത്തികമനുസരിച്ച് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. പക്ഷേ സ്ത്രീക്ക് ഇന്ന് വിദ്യാഭ്യാസമുണ്ട്, അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നു. ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയുക, അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരിക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ പേരൻസുമായിട്ട് സംസാരിക്കുക. കാര്യം പണ്ട് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചാലോ അടിച്ചാലോ പീഡിപ്പിച്ചാലോ ഒന്നും പുറത്ത് പറയാൻ പറ്റില്ലായിരുന്നു. ആര് കൂടെ ഷെയർ ചെയ്യും? ആരിത് കേൾക്കാൻ തയ്യാറാവും? നമ്മൾ മിണ്ടാതിരിക്കണം, എല്ലാം മിണ്ടാതെ സഹിക്കണം. അങ്ങനെയല്ലായിരുന്നു ഒരു ലൈഫ്. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ?
നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ 4 ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. ഒരു ഫോൺ കോൾ വഴിയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും ഇന്ന് സമൂഹത്തുണ്ട്. പക്ഷേ നമ്മൾ അത് ബുദ്ധിപൂർവ്വം അത് വയസ്സായിട്ട് നമ്മളത് സ്വീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ഒരു പ്രശ്നം കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗത്തിനും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടാവുന്നുണ്ട്. അവരുടെയൊക്കെ നമ്പറുകൾ നമ്മൾ നോക്കി വയ്ക്കുക. കാര്യം ആർക്കാണ് എപ്പോഴാണ് ഒരാവശ്യം ഉണ്ടാവുക എന്ന് അറിയില്ല. മോചനം എന്തുകൊണ്ടാണെന്ന് ഒരു പരിധി വരെ നമ്മളും കുറ്റക്കാരാണ്, അല്ലയോ? കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പണായിട്ട് അതിനുള്ളൊരു ആൻസർ നമ്മൾ പറയാതെ നിശബ്ദമായിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ യെസ് ആൻഡ് നോ പറയാൻ പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾക്കുള്ള വോയിസ് എപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ പറയേണ്ടവരുടെ കൂടെ പറയേണ്ട സമയത്ത് തന്നെ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് ഈ യെസ് ആൻഡ് നോ എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ അത് കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക. ആണായാലും പെണ്ണായാലും അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് അവരെ അഹങ്കാരി എന്ന് മുദ്ര കുത്തേണ്ട കാര്യമില്ല. കാര്യം എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ പറയാനുള്ള സാഹചര്യം കൊടുക്കണം. ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് 2 വ്യക്തികളാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വിവാഹം കഴിച്ചു മാറി താമസിക്കുന്ന കുട്ടികളെ അവരെ മാറി താമസിക്കാൻ തന്നെ അനുവദിക്കുക. നമ്മൾ അധികം അതിൽ ഇടപെടാതിരിക്കുക. അവർക്കുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുക. അതുപോലെ തന്നെ വിവാഹത്തിന് തയ്യാറാകുമ്പോൾ തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളും മനസ്സിലാക്കുക. എന്ത് തന്നെ വന്നാലും ചിലപ്പോൾ ചർച്ചയില്ലായ്മ എല്ലാ ഫാമിലിയിലും ഉണ്ടാകും. അതൊക്കെ നമ്മൾ ലൈറ്റായിട്ട് തരണം ചെയ്തു പോവുക. നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ സഹിക്കുന്നത് പോലെ മറ്റുള്ള ഒരു രാജ്യത്തും സ്ത്രീകൾ സഹിക്കാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണ്? കാര്യം അവരും പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ്. നമ്മുടെ സ്ത്രീകളും കുട്ടികളും തന്നെ അതുപോലെ എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ജീവിതം മുന്നേറ്റം കൊണ്ടുപോകണം. ഒരു വിവാഹബന്ധം തകരുമ്പോൾ അതിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളാണ് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരിക. അമ്മയ്ക്കും അച്ഛനും ഒരു പക്ഷേ വേറെ ഒരു ബന്ധത്തിലേക്ക് പുറപ്പെടാം. പക്ഷേ കുട്ടികളോ അവരുടെ പേരൻസ് സെയിം തന്നെയല്ലയോ? അപ്പോൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ പേരൻസിന് 2 മക്കളാണുള്ളത്. തുറന്നൊന്ന് സംസാരിച്ചാൽ, സ്നേഹിക്കാൻ പഠിച്ചാൽ, പരസ്പരം മനസ്സിലാക്കിയാൽ, അതുപോലെ സന്തോഷത്തോട് കഴിയാൻ, 2 കുടുംബങ്ങളുമായിട്ടുള്ള അടുപ്പം മുതലായവ നിലനിർത്താൻ എങ്ങനെ പറ്റും എന്നുള്ളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക.